പുതിയ സ്പീഷീസ് പ്രിഡേറ്റേഴ്സിനെ പെസ്റ്റിനെ എല്ലാം ഐഡന്റിഫൈ ചെയ്യാനും അതിൽ നമുക്ക് ടൈം വെച്ചിട്ടാണ് കുറെ വെറൈറ്റീസ് ഡ്രാഗൺ ഫ്ലൈസ് അതേപോലെ തന്നെ പ്രിഡേറ്റേഴ്സ് ഉണ്ടാകും. പ്രിഡേറ്റേഴ്സ് നമുക്ക് റൈസിൽ മെയിൻ ആയിട്ട് കാണുന്ന പ്രിഡേറ്റേഴ്സ് റെഡ്വുഡ് ബഗ്സ് ഉണ്ട്, പിന്നെ അല്ലാണ്ട് സ്പൈഡേഴ്സ് ഉണ്ട്, ഫ്രോക്സ് ഉണ്ട്. അപ്പൊ അതിന് തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. ഫ്രോക്സും പ്രിഡേറ്റർ ആണ് റൈസ്. നമ്മുടെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ അവര് കാറ്റർപില്ലേഴ്സിനൊക്കെ ലീഫ് റോളറൊക്കെ ഉണ്ടെങ്കിൽ അവര് ഇതാക്കും, ഫീഡ് ചെയ്യും. അപ്പൊ നമ്മൾ അതിനെ മോണിറ്റർ ചെയ്ത് അതിനെ കൺസർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതും ചേച്ചിയാണ് ചെയ്യുന്നത്. എല്ലാ വീക്കിലും ഒരു ദിവസം രാവിലെ വൈകുന്നേരം സ്പെസിഫിക് ടൈം ഉണ്ട്. രാവിലെ 6 to 7, ഉച്ചയ്ക്ക് 11 to 12, പിന്നെ വൈകുന്നേരം 6 to 7. ആ 3 ടൈം പീരീഡിലായിട്ട് നമുക്ക് അപ്പം ആ ടൈമിലാവുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള സ്പീഷീസിനെ കാണാൻ പറ്റും. രാവിലെ ആകുമ്പോഴത്തേക്കും നിറയെ ബേർഡ്സ് ഉണ്ടാകും. ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ കീപ്പ് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ റൈസിലും ചെയ്യുന്നുണ്ട്, ട്യൂബേഴ്സിലും ചെയ്യുന്നുണ്ട്. ഈ രാമകലി രാമന്റെ കണ്ണ് മീൻ അങ്ങനെ അത് ആയിട്ടില്ല. അതൊരു നമുക്ക് ഡിസംബർ ഒരു 15 ആകുമ്പോഴേക്കുണ്ടല്ലോ ഇത് സെറ്റായി വരുന്നത്. അവിടെ ആയി വരുന്നതേ ഉള്ളൂ. ഭാഗം ആകുന്നുണ്ട്. അതുപോലെ തന്നെ നളി പങ്ക അതിന്റെ ചുമപ്പും അവരെയാണെങ്കിൽ 3 ഉണ്ട്, ബസ്മതി ആണെങ്കിൽ 5 ഉണ്ട്, കായ്മ 6 ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് പിന്നെ കവുങ്ങുംപൂത്താല എന്ന് പറഞ്ഞ ഒരു നെല്ല് ഷുഗർ പേഷ്യൻറ്റിന് കൊടുക്കാൻ പറ്റുന്നതാണ്. അതിന് HMD കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്, വേഗം തേക്കും പ്രായമായവർക്കുള്ളത്. അതേപോലെ തന്നെ ബ്ലാക്ക് റൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തുള്ള കാലാമല്ലിപ്പൂലുണ്ട്, പിന്നെ ഇത് കൂട്ട് ജോഹയുണ്ട്, പിന്നെ മണിപ്പൂർ ബ്ലാക്ക് ഉണ്ട്. അത് ഈ ക്രോസ് പോളിനേഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയായാലും ഫുൾ ടൈം നമുക്ക് കിട്ടത്തില്ല. നമ്മൾ ആ ഫെൻഡറിന്ന് ഇതിങ്ങനെ കൊയ്ത് നമ്മൾ എടുക്കുമല്ല, അന്നേരം നിങ്ങൾ പറയുമ്പോൾ അത് വരും. ഇത് നമ്മൾ കൈകൊണ്ട് നമ്മൾ ആ ഒരുത്തിന് നമുക്ക് ആകെ വേണ്ടത് ഒരു 5 ഗ്രാം വിത്തേ വേണ്ടു. 5 ഗ്രാമിൽ നമുക്കൊരു 6 or 7 കതിര് മതി. അത് നമ്മൾ പാറ്റി പെറുക്കി അത് എടുത്ത് നല്ല വൃത്തിയായിട്ട് വെക്കും, മാത്രം മതി. നമുക്ക് 5 ഗ്രാം മതി. ബാക്കി നമ്മളത് തേനെ പോലെ നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കും. മിക്സ്ഡ് റൈസ് ആയിട്ട് ഹോബിക്ക് തന്നെ തിരിച്ചു പോകും. അപ്പോൾ നമ്മുടെ ക്രോപ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ട്രാപ്പായിട്ട് യൂസ് ചെയ്യുന്നു. പെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻസെക്ട്സ് മാത്രമാണോ അതോ വേറെ എന്തൊക്കെ പെസ്റ്റുകൾ? ക്രോപ്സിന് ഡാമേജ് വരുത്തുന്ന പെസ്റ്റ് കാറ്റർപില്ലേഴ്സ്, ബീസ്. പൊതുവേ മഞ്ഞ ജമന്തി തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ഓറഞ്ച് ജമന്തി അല്ല. യെല്ലോ കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രാപ്പ് ക്രോപ്സ് ആയിട്ട്. ഇപ്പോൾ ജമന്തി കൂടാതെ മാങ്ങനാരൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? ചെണ്ടുമല്ലി നമ്മൾ കൂടുതൽ ചെണ്ടുമല്ലി തന്നെ ചെയ്യാറ്. പിന്നെ നെല്ലുകളുടെ ഔഷധ ഗുണങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് എവിടെയെങ്കിലും ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഡോക്യുമെന്റ് അതുകൊണ്ട് നമ്മളത് ആദ്യമേ ഇതെല്ലാം അന്വേഷിച്ചിട്ട് ഇത് ശരിയാന്നുള്ള ഉഷേച്ചി എന്ന് പറഞ്ഞത് അറിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ പറയത്തുള്ളൂ. അല്ലാതെ ഇപ്പോൾ ബുക്കുണ്ട്, ഇതിന്റെ ബുക്കുണ്ട് ഇവിടെ ഉണ്ടോ? ഓക്കെ. അതിന്റെ യൂസസും എല്ലാം കൂടി പറഞ്ഞിട്ട് ഒരു കാര്യം. പിന്നെ അതിൽ രണ്ടാമത്തെ, നിങ്ങളിപ്പോൾ പ്രൈസ് ചെയ്യുന്നതിൽ എത്ര ശതമാനമാണ് കർഷകർക്ക് കൊടുക്കുന്നത്? അങ്ങനത്തെ റേറ്റിന്റെ കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. വളങ്ങളൊന്നും ചെയ്ത് ഉൽപ്പാദിപ്പിക്കുമ്പോൾ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, വളരെ കുറഞ്ഞതായിരിക്കും, പക്ഷെ ക്വാളിറ്റി ആയിരിക്കും. അത് കാരണമാണ് ആ റേറ്റ് വേരിയേഷൻ വരുന്നത്. കാരണം വളം വിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ക്വാണ്ടിറ്റി കർഷകന് ലാഭകരമായി ഉണ്ടാക്കാൻ കഴിയും. ഇത് കർഷകൻ ഒരിക്കലും സാധാരണ മാർക്കറ്റിൽ വിറ്റ് കഴിഞ്ഞാൽ ഈ ഒന്നും ചെയ്യാൻ കഴിയില്ല, അത് നഷ്ടമായിരിക്കും. അപ്പോൾ അത് കാരണം നമ്മൾ നല്ല ശുദ്ധമായ സാധനം എടുത്തിട്ട് അപ്പോൾ അതിനൊരു മാർക്കറ്റ് വാല്യൂ കൂട്ടി വെക്കാൻ കഴിയുന്നതിന് കാരണം അതാണ്. ഇത് നമ്മളുടെ കല്ലൂരിക്ക് എന്ന് പറയും, പക്ഷെ കല്ലൂരിക്ക് പാറപ്പുറത്ത് എന്തും തിന്നെ ഇവിടുന്ന് തിന്നുന്നതിനുണ്ടല്ലോ. നമ്മളിത് ചക്കരത്തുമ്പോ തിന്നോ വായിക്കാൻ ആദ്യം ഒരു ചമർപ്പണം, പിന്നെ നല്ല മധുരം ഉണ്ടാവും. ഒരു മധുരമാണ്.
കുളവാഴ എന്ന് പറയും, ആ കരിങ്കൂവളം കരിങ്കൂവളം. ആ ഇതിന് പൂവളം ഇതാ പൂവായിട്ട് ഇത് വരുന്നു. 210 ദിവസമാണ് ദിവസം തന്നെ വേണ്ടി വരും. ഇത് 180 ദിവസം ആയപ്പോഴേക്ക് ഇതായി. ഇവിടെ നമ്മൾ എല്ലാവരും വിയറ്റ്നാം എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ചെയ്യാറുണ്ട് വിയറ്റ്നാമിൻ്റെ. പക്ഷേ അത് ഈ വട്ടം നമുക്ക് വെള്ളം വന്നിട്ട് ഇട്ട വിത്തെല്ലാം ഒലിച്ചു പോയി. വായോ ഐശ്വര്യ കമോൺ.